ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വലിയ സെയിൽ നടക്കുകയാണ്. ബിഗ് ബില്യൺ ഡേയ്സ്, അതുപോലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന് സെയിൽ സിൻഡ്രം. നമുക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് ആണോ നീഡാണോ എന്നൊരു നമ്മളൊരു ചോയ്സ് അവിടെ ഒരു പ്രശ്നമായി വരികയാണ്. ശരിക്കും നമ്മൾ ഓഫർ പ്രൈസിലുള്ള ഈ സാധനമല്ല വാങ്ങുന്നത്. ഈ പെട്ടെന്നുള്ള ഈ റഷ്, ഈ ഒരു ഹറിബറി ജഗപുക ആക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങുന്നത്. കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങിയ പല സാധനങ്ങളും ചിലപ്പോൾ വേസ്റ്റായി കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ 50% ഡിസ്കൗണ്ട് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് ചാടി വീഴും. ശരിക്കും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു സാധനം, നീഡേ ഇല്ലാത്തൊരു സാധനത്തിന് 50% ചിലവാക്കാൻ തരുമ്പോൾ ശരിക്കും 100% വേസ്റ്റാണ് മണി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓഫറുണ്ട്, ഒന്ന് കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ട് അത്യാവശ്യമായിട്ട്, അപ്പോൾ നമ്മളതിൽ നോക്കി ആ സ്പെസിഫിക് സാധനത്തിന് ഓഫർ ഉണ്ടോ നോക്കിയിട്ട് അത് വാങ്ങുന്നത് ബുദ്ധിയുള്ളൊരു സംഗതിയാണ്. അതല്ലെങ്കിൽ നമ്മുടെ പൈസ എന്തായാലും വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തണം. അപ്പോൾ ഇത് പ്രത്യേകം നോക്കണം. പല ഓഫറുകളും പിന്നെ പറ്റിക്കലുമാണ്. മുമ്പുണ്ടായിരുന്ന ഈ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ മുമ്പുണ്ടായിരുന്ന അതിനേക്കാളും വില ഇട്ടിട്ടാണ് ബിഗ് ബില്യൻ്റെ ഓഫറാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ വീഴുകയാണ്. അപ്പോൾ നമ്മുടെ പണം നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ലക്ഷറിയിലേക്ക് കടക്കുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു കോട്ട്, ബിവെയർ ഓഫ് ലിറ്റിൽ എക്സ്പെൻസസ്. നമ്മുടെ ചെറിയ എക്സ്പെൻസുകളെ പറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എ സ്മോൾ ലീക്ക് വിൽ സിങ്ക് എ ഗ്രേറ്റ് ഷിപ്പ്. ചെറിയൊരു ലീക്കും അത് ശരിക്കും ഒരു വലിയ കപ്പൽ മുങ്ങിപ്പോകാൻ കാരണമാവാന്നാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാം.